ചങ്ങനാശ്ശേരിയിൽ കന്യാസ്ത്രീക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനൊരുങ്ങുകയാണ് പോലീസ്. കന്യാസ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ ഇരകൾ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. അറസ്റ്റിലായ പൊൻകുന്നം സ്വദേശി ബാബു തോമസിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. അജിത്തെ, എങ്ങനെയാണ് പോലീസ് നീക്കങ്ങൾ? സേതുലക്ഷ്മി, ഇതിൽ പ്രധാന കാര്യം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ആശുപത്രിയിലെ HR മാനേജറായിട്ടാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും പലരോടും ഇത്തരത്തിൽ മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത്. ചില കാര്യങ്ങൾ അവിടെ നിന്ന് അതിനേക്കാൾ കൂടുതൽ അതിനപ്പുറത്തേക്കുള്ള ഇടപെടൽ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു പരാതി ഉണ്ടാവുകയും അതിലേക്ക് ഒരു കന്യാസ്ത്രീക്ക് ഉൾപ്പെടെ പീഡനം നേരിടേണ്ടി വരികയും ഇതിൽ കൂടുതൽ ഇരകളുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായി. പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ നിരവധി ആളുകൾക്ക് സമാനമായ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതൊക്കെ റിട്രീവ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതാണെങ്കിലും ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇപ്പോഴും പോലീസിന് മനസ്സിലായിട്ടില്ല. അത് ഒരു പരിശോധനയ്ക്ക് ശേഷമേ എത്രത്തോളം വ്യാപ്തി വിഷയത്തിനുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതാണെങ്കിലും തൊഴിലിടത്തിലുണ്ടായ പീഡനമാണ്. അതും അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആളുകളെ സമാനമായ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ ഇയാൾ ജോലി രാജിവെച്ച് പോയിരുന്നു. ഏതാണെങ്കിലും അതുകൊണ്ടൊന്നും ഉത്തരവാദിത്തം അതിരൂപതയുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. കൂടുതൽ നടപടികൾ അടക്കം ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ട്. ഏതാണെങ്കിലും സംഭവം ഞെട്ടിക്കുന്നതാണ്. വ്യക്തമാണ്. അജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ,